ഇത്രയും പച്ചക്കറികൾ 2 ഉരുളക്കിഴങ്ങ്, 2 സവാള, 2-3 ബീൻസ്, 2 ക്യാരറ്റ്, കുറച്ച് പച്ചമുളക്, ഒരു അടിപൊളി കറി വെക്കാം. ചപ്പാത്തിക്ക് വെക്കാൻ പറ്റുന്ന കറി. ആദ്യം തന്നെ എല്ലാ ചേരുവകളും നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കണം. അതായത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, സവാള, തക്കാളി, പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ സ്പൈസസ് ആയിട്ടുള്ള കറുവാപ്പട്ടയും ഗ്രാമ്പും ജീരകവും ചേർക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കുക, പച്ചമുളക് ചേർക്കുക, കുറച്ച് കറിവേപ്പില ചേർക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. നന്നായിട്ട് വഴഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്, കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ആ ചേരുവകളൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി വെജിറ്റബിൾസ് ചേർക്കും. അതായത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും. ഇപ്പോൾ ചേർത്തിട്ടുള്ള ചേരുവകളൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഈ പറഞ്ഞ പച്ചക്കറികൾ വേവിച്ചെടുക്കണം. അതായത് ലാസ്റ്റ് ചേർത്തിട്ടുള്ള ബീൻസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും. ഇനിയിപ്പോൾ അത് വേവുമ്പോഴത്തേക്കും ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, കുറച്ച് പൊട്ടുകടല ചേർത്തിട്ടുണ്ട്, കുറച്ച് നട്ട്സും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ കാണുന്നത് പോലെ അരച്ചെടുക്കണം. ഇനി ഈ ഒരു അരപ്പ് നമ്മളൊരു പാനിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അടിപൊളി കറി റെഡിയാണ്. ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന വെറൈറ്റി കറി. അപ്പോൾ വീണ്ടും കാണാം പുതിയ കാഴ്ചകളുമായിട്ട്.